Sevens Golden Diamonds, Ermalur, Vadadala. പനയപ്പള്ളി സർക്കാർ ഹൈസ്കൂളിൽ പ്രവേശനോത്സവം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സനിൽമോൻ ഉദ്ഘാടനം ചെയ്തു. പനയപ്പള്ളി സർക്കാർ ഹൈസ്കൂളിലെ പ്രവേശനോത്സവം കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ സനിൽമോൻ ഉദ്ഘാടനം ചെയ്തു. എന്തെങ്കിലും പോരായ്മയുണ്ടെന്ന് തോന്നിയാ കളിസാധനങ്ങളൊക്കെ നിങ്ങൾ അംഗൻവാടിയിലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയ കുട്ടികളല്ലേ? എന്നെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ട്? അംഗൻവാടിയില്ല. ഓഹോ, അപ്പൊ അവിടെ കുറെ കളിസാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് ഇല്ലല്ലേ? എന്താ? അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ ഓടിക്കളിക്കാനൊക്കെ കുറെ സ്ഥലമൊക്കെ ഉണ്ട്. നല്ല നല്ല പാട്ടുകൾ പാടിത്തരും, നല്ല ഡാൻസ് കളിച്ച് ടീച്ചർമാരൊക്കെ ഡാൻസ് കളിക്കും. PTA പ്രസിഡന്റ് നസീറ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. അപ്പോ ആ ചിത്രത്തെ കുറിച്ച് പല ചർച്ചകളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചയിൽ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അംഗീകരിക്കുക എന്നത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പല കുടുംബങ്ങളിലും അത് കാണാറില്ല. ഭാര്യയെ എപ്പോഴും ഭാര്യയ്ക്ക് യാസ്മിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ CS വിഷ്ണു, VU അനുശ്രീ എന്നിവർക്ക് ആസാദ് ലൈബ്രറി സെക്രട്ടറി NKM ഷെരീഫ് ഉപഹാരങ്ങൾ നൽകി. സ്കൂൾ പ്രധാനാധ്യാപകൻ EA അബ്ദുൽ സത്താർ, കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ, ടാഗോർ ലൈബ്രറി സെക്രട്ടറി MR ശശി, നാരായണ ട്രസ്റ്റ് പ്രതിനിധി CB മധു, സ്കൂൾ ജാഗ്രതാ സമിതി അംഗം AV തോമസ്, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ അംഗങ്ങളായ CP അജിത് കുമാർ, MM അബ്ദുൾ റഹ്മാൻ, സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ CA കൗലത്ത്, റിട്ടയർഡ് അധ്യാപിക ലേഖ ടീച്ചർ, സീനിയർ അധ്യാപിക EA അനിത, കൊച്ചി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ PS പീറ്റർ, PR രതീഷ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അനുശ്രീയെയും വിഷ്ണുവിനെയും യാസ്മിൻ ഫൗണ്ടേഷന്റെ രണ്ടുപേർക്കും മെമ്മന്റോ നൽകി ആദരിക്കുക എന്നതാണ് ഈ ചടങ്ങിന് വിജയം കൈവരിച്ചതിനെ ആദരിക്കുക. ഈ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പ് 2 മാസം അധ്യാപകർക്ക് അവധി കിട്ടുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സ്കൂളുള്ളതിനേക്കാളും കഷ്ടമാണ് കഴിഞ്ഞ 2 മാസത്തിലെ അധ്യാപകർ അനുഭവിച്ചിരിക്കുന്ന ട്രെയിനിങ്. അത്രയ്ക്ക് ഗവൺമെന്റ് വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും വളരെ താല്പര്യമായി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.